हरि ओम। ओम सहनाववतु सहनौ भुनक्तु सह वीर्यं करवावहै तेजस्विनावधीतमस्तु मा विद्विषावहै। ओम शांति शांति शांति। शान्ताकारं भुजगशयनं पद्मनाभं सुरेशं विश्वाधारं गगनसदृशं मेघवर्णं शुभाङ्गं लक्ष्मीकान्तं कमलनयनं योगिहृद्ध्यानगम्यं वन्दे विष्णुं भवभयहरं सर्वलोकैकनाथम्। 75 76 75 76 സദ്ഗതി സത്കൃതി സത്ത സൽഭൂതി സത്പരായണ ശൂരസേനോ യദുശ്രേഷ്ഠ സന്നിവാസസ്സു യാമുന ഭൂതാവാസോ വാസുദേവ സർവാസു നിലയോ അനല ദർപ്പഃ ദർപ്പതോ ദൃപ്തോ ദുർധരോധഃ പരാജിത. സർവാസു നിലയോ അനല ദുർധരോ അധ അപരാജിത. അങ്ങനെ വായിക്കണേ. അപരാജിത. പരാജിതയല്ല, നല അല്ല, അനലയാണ്. പരാജിതയല്ല, അപരാജിത. ശ്രദ്ധിക്കുക. അടുത്ത ഇന്നത്തെ നാമം നമ്മൾ എടുക്കുന്നത് 707. സുയാമുന. സുയാമുന യമുന നദിയെ ശോഭനമാക്കിയവൻ എന്നർത്ഥം. അതാണ് വ്യാഖ്യാതാക്കൾ പറയുന്നത്. യമുന തീരവാസികളായ നല്ല ഗോപന്മാരോട് ഒത്ത് കളിച്ചവൻ, ക്രീഡിച്ചവൻ, കളിച്ചിരിച്ചവൻ, ബാല്യകാലം അവരുടെ കൂടെ കഴിച്ചവൻ. സയാമുന. ശ്രീകൃഷ്ണാവതാരത്തിൽ വൃന്ദാവനത്തിലേക്ക് ചെന്നപ്പോൾ കാളിയൻ്റെ ഉഗ്രവിഷത്താൽ കാളിന്ദി നദിയെല്ലാം ജലം അതിലത്തെ ഉപയോഗശൂന്യമായി. അത് വലിയൊരു മാലിന്യ പ്രശ്നമായിട്ട് മാറി. എൻവിറോൺമെൻ്റൽ പൊല്യൂഷൻ. ഇന്നത്തെ എന്താ പറയുക, ടെർമിനോളജി ഒന്നും അല്ല അത് കേട്ടോ. അതൊക്കെ അന്നേ ഉണ്ട്. വാട്ടർ പൊല്യൂഷൻ. അപ്പോൾ അന്നത്തെ എൻവിറോൺമെൻ്റൽ പൊല്യൂഷൻ, ആ വാട്ടർ പൊല്യൂഷൻ കാരണം അവിടെയുള്ള എൻവിറോൺമെൻ്റ് എല്ലാം പൊല്യൂട്ടഡായിപ്പോയി. കംപ്ലീറ്റ്. ആ റിവർ സൈഡിലുള്ള എല്ലാ ആക്ടിവിറ്റീസും പൊല്യൂട്ടഡായിപ്പോയി. എല്ലാ ഫാക്ടറികളും പ്രൊഡക്ഷൻ നിർത്തി. അന്നത്തെ ഫാക്ടറികൾ എന്തായിരുന്നു? അന്നത്തെ ഫാക്ടറികൾ ആ പുഴയുടെ തീരത്ത് എന്തായിരുന്നു? പശുക്കളായിരുന്നു. ഗോപാലന്മാരുടെ പശുക്കളായിരുന്നു. ഓരോരോ ഫാക്ടറി ആയിരുന്നു ഓരോ പശുക്കൾ. മനസ്സിലായില്ലേ? അപ്പോൾ അവർക്കൊന്നും ഇൻപുട്ട് കിട്ടാണ്ടേ വെള്ളം കുടിക്കാൻ പോയാൽ തളർന്ന് ക്ഷീണിച്ച് വീഴും. കാരണം വെള്ളം പൊല്യൂട്ടഡാണ്. എല്ലാ ഇൻപുട്ടും പൊല്യൂട്ടഡാണ്. ആ വെള്ളത്തിൻ്റെ പൊല്യൂഷൻ്റെ പ്രഭാവം കാരണം, അല്ലെങ്കിൽ അപ്രഭാവം കാരണം തിന്നുന്ന പുല്ല്, തിന്നുന്ന ആഹാരങ്ങളെല്ലാം പൊല്യൂട്ടഡായി. അപ്പോൾ നാച്ചുറലായിട്ടും അവർക്ക് ഉൽപ്പാദന ശക്തി കുറഞ്ഞു, പ്രൊഡക്ടിവിറ്റി കുറഞ്ഞു, കിട്ടുന്ന പാല് കുറഞ്ഞു, വരുമാനം കുറഞ്ഞു, ജീവിതം കഷ്ടത്തിലായി. അപ്പോൾ പൊല്യൂഷൻ വരുത്തി വെച്ചിട്ടുള്ള വിന ഇതൊക്കെയാണ് അല്ലേ. ഇന്നിപ്പോൾ നമ്മൾ അതൊരു വളരെ സയൻറ്റിഫിക് ആയിട്ടൊരു സബ്ജക്റ്റായിട്ട് എടുത്ത പൊല്യൂഷൻ ആൻഡ് ഇറ്റ്സ് ആഫ്റ്റർ എഫക്ട്സ് എന്നൊക്കെ പറഞ്ഞ വലിയ PhD ഒക്കെ കിടക്കുന്ന സബ്ജക്റ്റാണ്. അന്നത് ഭാഗവത്തിൽ കാഷ്വലായിട്ട് വ്യാസം പറഞ്ഞു വിട്ടതാണ്. എൻവിറോൺമെൻ്റൽ പൊല്യൂഷൻ. കാളിയൻ നദി മുഴുവൻ പൊല്യൂട്ടഡാക്കി. അപ്പം അതിന് പരിഹാരം ഉണ്ടാക്കാനായിട്ട് ആ വിഷം വമിക്കുന്നതിൻ്റെ സ്രോതസ്സാകുന്ന കാളിയനെ
നിയന്ത്രിക്കുക. അത് കഴിഞ്ഞ് അവനെ തോൽപ്പിച്ച് രമണക എന്നൊരു ദ്വീപിലേക്ക് മാറ്റി പാർപ്പിച്ചു. പുനരധിവാസം അതും ചെയ്തു, റീഹാബിലിറ്റേഷൻ. കാരണം പൊല്യൂഷൻ ഉണ്ടാക്കുന്ന സ്ഥലത്ത് ആൾക്കാർ ജീവിക്കുന്നുണ്ടെങ്കിൽ അവരെ അവിടുന്ന് മാറ്റി പാർപ്പിക്കണ്ടേ. ആ കാളിയനും കാളിയൻ്റെ ഡിപ്പാർട്ട്മെൻറ്റൊക്കെ ഇല്ലേ, കാളിയൻ്റെ ഫാമിലി ഉണ്ട് അല്ലേ, കാളിയൻ്റെ കുടുംബക്കാരുണ്ട്, കാളിയൻ്റെ ആൾക്കാരുണ്ട്, കുറേ ആൾക്കാർ ആ നദിയിൽ അവൻ്റെ വാസമുണ്ട്. അവരൊക്കെ പിന്നെ എന്താ ചെയ്യുക, കൊല്ലാൻ പറ്റുമോ? അപ്പോൾ അവരൊക്കെ പുനരധിവാസം, റീഹാബിലിറ്റേറ്റ് ചെയ്യണം. നിങ്ങൾ കൊണ്ടുപോയി രമണക എന്നൊരു ദിക്കിലേക്ക് കൊണ്ടുപോയി. അവിടെ കുറച്ച് പുറമ്പോക്ക് സ്ഥലം ഉണ്ടായിരുന്നു, അത് സർക്കാർ പതിപ്പിച്ച് കൊടുത്ത് കാളിയൻ്റെ പേരിൽ പതിച്ച് ഭഗവാൻ കൊടുത്തു. അവിടെ ചെന്നിരുന്നോളാൻ പറഞ്ഞു. നിങ്ങളുടെ ശല്യം ചെയ്യാൻ വരരുത്, അതൊക്കെ എന്താ വെച്ചാൽ എത്തിക്കേണ്ടത് അവിടെ എത്തിച്ചോളാം. അപ്പം ഇങ്ങനെ ഭഗവാൻ യമുനയെ പരിശുദ്ധമാക്കി. അതുകൊണ്ടാണ് സുയാമുന, യമുന നദിയെ ശോഭനമാക്കിയവൻ എന്നർത്ഥം. പൊല്യൂഷൻ ഫ്രീ ഏരിയയാക്കി, മാലിന്യമുക്ത പ്രദേശം, വാട്ടർ പൊല്യൂഷൻ ഇല്ല, നോ വാട്ടർ പൊല്യൂഷൻ. മനസ്സിലായില്ലേ? ആ ഭഗവാൻ ഒറ്റയ്ക്കാണ് ചെയ്തത്. വേറെ ആരുടെയും ഒരു കമ്മിറ്റി രൂപീകരിക്കാൻ എന്നിട്ട് ആ കമ്മിറ്റി പോയി സ്റ്റഡി ചെയ്യുക, റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുക, ആ പ്രശ്നമൊന്നുമില്ല. ഈ വക നൂലാമാലകളും എന്താ പറയുക പ്രൊസീജിയറൽ എഴുത്തൂത്തുകളൊന്നുമില്ല. ഭഗവാന് തോന്നി ഇത് പൊല്യൂഷൻ ഇഷ്യൂ ആണെന്ന്, ഭഗവാൻ തന്നെ നേരിട്ടു. ആ കുട്ടികളൊക്കെ പറഞ്ഞു, കൂടെയുള്ളവർ വേണ്ട, ഒറ്റയ്ക്ക് പോകണ്ട, ഞങ്ങൾ കൂടെ വരാം. ഏയ് ആറ്റിലേക്ക് അച്ചൂത ചാടൊല്ലേ ചാടൊല്ലേ, കാട്ടിലെ പൊയ്കയിൽ പോയി നീന്താം. വേണ്ട കൃഷ്ണ, വേണ്ട അച്യുത, അതിലേക്ക് ചാടണ്ട വെറുതെ. അതിൻ്റെ ഉള്ളിൽ കിടക്കണ ഘോര സർപ്പത്തിന് നിനക്ക് അറിയില്ല അതിൻ്റെ പവർ ഓഫ് പൊല്യൂട്ടിങ്. അവിടെ ചെന്ന് പെടാൻ പോണ്ട കൃഷ്ണ, നീ അതിൽ പെടുകയുള്ളൂ. നമുക്ക് കുളിക്കാനാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ കാട്ടിലെ പൊയ്കയിൽ പോയിട്ട് കുളിക്കാം. ഏയ് ഭഗവാനോ പറഞ്ഞ കൂട്ടാക്കണം? അല്ലെങ്കിൽ തന്നെ വികൃതിയാണ് ചെറുപ്പത്തിൽ. പിന്നെ അമ്മ പറഞ്ഞിട്ട് കൂട്ടാക്കിയിട്ടില്ല, എന്നിട്ടാണ് ഈ പയ്യന്മാർ പറഞ്ഞ കൂട്ടാക്കണം. ചാടി. പിന്നത്തെ കഥയൊക്കെ നിങ്ങൾക്ക് അറിയാലോ. എന്നിട്ട് ആ കാളിയെ മർദ്ദനം ചെയ്ത് പുറത്ത് പൊങ്ങി 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 വരുമ്പോഴാണ് നാട്ടുകാരൊക്കെ പറയണത് എല്ലാ സമസ്ത ജീവജാലങ്ങളും രക്ഷപ്പെട്ടു പൊല്യൂഷനിൽ നിന്ന്, എല്ലാ ഫാക്ടറികളും പുനഃസ്ഥാപിച്ചു, ഗോക്കൾക്കൊക്കെ നല്ല ഭക്ഷണം കിട്ടി തുടങ്ങി, വെള്ളം കുടിക്കാൻ ഒരു കുഴപ്പമില്ല. കാരണം കാളിയനെ അവിടുന്ന് പോയി, ആ പൊല്യൂഷൻ്റെ സോഴ്സ് അടച്ചു പോയിട്ട്. അല്ലാണ്ട് വെറും പപ്പടം കൊണ്ട് ഓട്ടടയ്ക്കുകയല്ല. ഏതാണോ ആ പൊല്യൂഷൻ്റെ സോഴ്സ് അത് കളഞ്ഞു. അപ്പോൾ പിള്ളേർ കുട്ടികളൊക്കെ കൂടി എന്ത് പറഞ്ഞറിയോ, ഇക്കർമ്മ ഭൂമി തൻ പിഞ്ചുകൾ പോരൂമേ ചിക്കെന്നതൊക്കെ ചവിട്ടി താഴ്ത്താൻ. എന്തിനധികം ചെറിയൊരു പിഞ്ചുകാല് പോരെ ഈ കാരണ അധർമ്മങ്ങൾ, ഈ കാരണ പൊല്യൂഷൻ ഇതെല്ലാം ചവിട്ടി താഴ്ത്താൻ. ഈ കർമ്മ ഭൂമി തൻ പിഞ്ചുകാൽ പോരൂമേ ചിക്കെന്നതൊക്കെ ചവിട്ടി താഴ്ത്താൻ. അല്ലേ? മനോഹരമായ കവിത വെള്ളത്തോളുണ്ട് അല്ലേ? അതാണ് യമുന സയാമുന സുയാമുന, യമുനയെ ശുദ്ധീകരിച്ചു എന്നർത്ഥം. ഇതൊക്കെ പ്ലാൻഡാണ്. പക്ഷേ അതാണ് ഇതിൽ വലിയൊരു അത്ഭുതം. നമ്മളുടെ പുരാണങ്ങളിലും ഇതൊക്കെ അസാമാന്യ പ്ലാനിങ് ആണ്. സ്ട്രാറ്റജിക് പ്ലാനിങ് എന്ന് പറഞ്ഞാൽ ചില്ലറൊന്നുമല്ല ഭഗവാന്റെ. അയ്യോ, അത് ആസ്വദിക്കണം, അത് അറിഞ്ഞാലേ അത് ആസ്വദിക്കാൻ പറ്റുള്ളൂ. ഇന്നത്തെ മോഡേൺ മാനേജ്മെൻ്റ് ആയിട്ടൊന്ന് ലിങ്ക് ചെയ്ത് നോക്കൂ, എന്തൊരു സ്ട്രാറ്റജിക് പ്ലാനാണ്. കാളിയനവിടെ പണ്ടേ ഉണ്ടല്ലേ, അപ്പോൾ അതിൻ്റെ മുകളിലൊരു കണ്ണുണ്ട് ഭഗവാന്. അപ്പം ശരിയാവില്ല അവിടെ നിന്ന്. അപ്പോൾ അവതാരത്തിൻ്റെ മുമ്പ് തന്നെ, താഴത്തേക്ക് ഇറങ്ങി വരുന്നതിൻ്റെ മുമ്പ്, അവതരതി എന്ന് വെച്ചാൽ താഴത്തേക്ക് ഇറങ്ങി വരിക എന്നുള്ള അർത്ഥം. ഭഗവാൻ മുകളിൽ നിന്ന് താഴത്തേക്ക് ഇറങ്ങി വരുന്നതിൻ്റെ മുമ്പ് തന്നെ അവിടെ കുറച്ച് ആൾക്കാരെ പിടിച്ച് ഒരു ചെറിയൊരു കമ്മിറ്റി ഫോം ചെയ്തു. അവിടെ എല്ലാ ദേവന്മാരോടും അപ്സരസുകളോടും പറഞ്ഞു, നിങ്ങൾ പോയിട്ട് വൃന്ദാവനത്തിലും ഗോകുലത്തിലൊക്കെ ആയിട്ട് ഗോപന്മാരായിട്ടും ഗോപന്മാരായിട്ടും ഗോപികുമാരായിട്ടും ജന്മം എടുക്കാൻ പറഞ്ഞു. CC ടു ബ്രഹ്മാവിനൊരു കോപ്പിയും കൊടുത്തു കമ്മ്യൂണിക്കേഷൻ്റെ ഫോർ നെസസറി ആക്ഷൻ. ബ്രഹ്മാവരെയൊക്കെ മാറ്റി സൃഷ്ടിച്ച് ഇവരിങ്ങോട്ട് വിട്ടു. അപ്പോൾ ഭഗവാൻ അവിടുന്ന് വരുന്നതിൻ്റെ മുമ്പേ ഇവരൊക്കെ ഇവിടെ റെഡി. ഈ ഗോപന്മാരും ഗോപികമാരും എല്ലാം വൃന്ദാവനത്തിൽ റെഡി. അതായത് പൊസിഷൻ എടുത്തു. റെഡി അല്ലേ ചോദിച്ചു. റെഡി, ഞാൻ വന്നോട്ടെ. വരൂ സാർ, പ്ലീസ് കം.
അപ്പോൾ ഞങ്ങളുടെയൊക്കെ കൂടെ ഉണ്ടാവണമെന്നുകൊണ്ട് ഉപദേശം കൊടുത്തിട്ടാണ് ഭഗവാൻ അവിടെ നിന്ന് ഇങ്ങോട്ട് പോകുന്നത്. മനസ്സിലായില്ലേ? മാർച്ചിങ് ഓർഡറും കൊടുത്തു, അവരിവിടെ എത്തും ചെയ്തു, സുഖമായിട്ട് അതായത് ദിക്കിൽ ഇടവും പിടിച്ചു. ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് ഭഗവാൻ അങ്ങോട്ട് പോകുന്നത്. അപ്പോൾ അവതാരം കൈക്കൊണ്ട് ഉടനെ ഗോകുലത്തേക്ക് പോയി. താമസമൊന്നും ഉണ്ടായില്ലല്ലോ ഗോകുലത്തേക്ക് എത്താൻ ഭഗവാന്. മധുരയിൽ നിന്ന് വേഗം കൊണ്ടുവന്നില്ല അച്ഛൻ. ഗോപികമാരും ഒക്കെ ആയി കുറച്ചു കാലം അവിടെ, ആ ബാല്യകാലമൊക്കെ അവിടെ കഴിച്ച്, ചെറുപ്പത്തിലുള്ള കുട്ടിക്കളികളൊക്കെ ഉണ്ടല്ലോ, ബാലലീലകൾ, അതൊക്കെ അവിടെ കഴിച്ച് സുഖമായിട്ട് കഴിഞ്ഞ് പിന്നീടാണ് അവതാര ലക്ഷ്യം പൂർത്തിയാക്കാൻ പുറപ്പെട്ടത്. ഈശ്വരോ രക്ഷ, ഭഗവാന്റെ ഓരോ കളികൾ. അപ്പോൾ നോക്കൂ എത്ര പ്ലാനിങ്. ഈ സംഭവം ഉണ്ടാവുന്നതിൻ്റെ മുമ്പേ പ്ലാൻ ചെയ്തിരിക്കണം അദ്ദേഹം, അങ്ങനെയൊക്കെ ആവുന്നു. എന്തൊരു ദീർഘദൃഷ്ടി, ലോങ് ടേം പ്ലാനിങ് അല്ലേ? അതാണ് സുയാമുന ആ നാമത്തിൻ്റെ അർത്ഥം. അടുത്ത നാമം 708 ഭൂതാവാസ. ഭൂതാവാസ ഭൂതാവാസ വെച്ചാൽ എല്ലാ ജീവികളുടെയും വാസസ്ഥലം ഒരർത്ഥം, എല്ലാ ജീവികളിലും വസിക്കുന്നവൻ, അങ്ങനെ ഒരർത്ഥം. രണ്ടും അർത്ഥമുണ്ട് അതിന്. ഈ അർത്ഥം വരുന്ന നാമം നമ്മൾ മുമ്പ് കണ്ടതാണ്, ഓർമ്മയില്ലേ? ഞാൻ പൂർണ്ണമായും ഭഗവാനിൽ ഉണ്ട്, ഞാൻ പൂർണ്ണമായിട്ടും ഭഗവാനിലാണ്. എൻ്റെ മുമ്പും പിമ്പും റൈറ്റും ലെഫ്റ്റും മുകളിലും താഴത്തും എല്ലാം ഭഗവാനാണ്. ഞാൻ ഭഗവാനായിരിക്കുന്ന സാഗരത്തിൽ മുങ്ങിക്കിടക്കുകയാണ്, ചുറ്റും വെള്ളമാണ്, ചുറ്റും ഭഗവാൻ തന്നെയാണ്. എൻ്റെ ചുറ്റും സമുദ്രമാണ്. പക്ഷേ എന്നിൽ ഭഗവാന്റെ ഒരു അംശമുണ്ടെന്ന് മാത്രം. ഞാൻ ഫുള്ളായിട്ട് ഭഗവാനിലാണ്, എന്നിൽ ഭഗവാൻ ഒരംശമുണ്ട്. അപ്പോൾ ഞാൻ ഭഗവാനിലുമാണ്, ഭഗവാൻ എന്നിലുമാണ്. രണ്ടും വരും അല്ലേ? ഇന്നലെ നമ്മൾ ഈ ഉദാഹരണമൊക്കെ കണ്ടു. ഇനി ഞാൻ പറഞ്ഞ ഉദാഹരണം പറഞ്ഞാൽ നിങ്ങൾക്ക് നീരസമാവും. ടോട്ടൽ മണ്ണിൻ്റെ ഒരു അംശേ കുടത്തിലുള്ളൂ. കുടത്തിൻ്റെ എല്ലാ ഭാഗവും മണ്ണിലാണ് നിൽക്കണം. അധികം പറയുന്നില്ല. പാമ്പും കയറും ഇതൊന്നും എടുക്കണില്ല, സമുദ്ര വെള്ളമൊന്നും എടുക്കണില്ല. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അതുപോലെ ഞാൻ പൂർണ്ണമായും ഭഗവാനിലാണ്. അന്യഥാശരണം നാസ്തി. എന്നാൽ എന്നിൽ ഭഗവാനില്ലേ? ഉണ്ട്. ഭഗവാന്റെ ചെറിയൊരു അംശം അങ്ങയിലുണ്ട്, ഒരു സ്പാർക്ക് ഓഫ് എക്സിസ്റ്റൻസ്. ഹൃദയശേ അർജുന തിഷ്ഠതി. പേരിന് ഒരു കുത്ത, ഒരു എന്താ പറയുക, നമ്മൾ ഒരു ചെറിയ പൊട്ട് തൊട്ട് പോലെ, ജസ്റ്റ് ഒരു സ്പാർക്ക്, ജസ്റ്റ് ഒരു സിഗ്നേച്ചറിന് പോലെ ഒരു കുത്തൊരു അടയാളം. ഈ വോട്ടർ പട്ടികയിലൊക്കെ വോട്ട് ചെയ്ത് കഴിഞ്ഞാൽ അടയാളം തരില്ലേ, അതുപോലെ ഒരു ജസ്റ്റ് സ്പാർക്ക്, ഒരു കുത്ത്, അത് മതി. ഇതിനധികം ആ കുത്തുകൊണ്ടാണ് നമ്മൾ ഈ കളിയൊക്കെ കളിക്കുന്നത്. അവിടെ നിന്നാണ് മെയിൻ സ്വിച്ച് ഓഫ് ആൻഡ് ഓൺ ചെയ്യേണ്ടത്. ഇലക്ട്രിസിറ്റി എങ്ങനെ വേണേൽ ഉപയോഗിക്കാം, ദുരുപയോഗിക്കാം, സദുപയോഗിക്കാം, ഉപയോഗിക്കാണ്ടിരിക്കാം, എന്ത് വേണേൽ ചെയ്യാം. അവിടെ ആ പവർ 24/7 ഉണ്ടാവും, ആ സ്പാർക്ക് ഓഫ് എക്സിസ്റ്റൻസ്. അതാണ് എല്ലാ ജീവികളിലും വസിക്കുന്നവനും ഭഗവാനാണ്. ഭഗവാൻ എല്ലാ ജീവികളിലുമുണ്ട്, എല്ലാ ജീവികളും ഭഗവാനിലുമാണ് വസിക്കുന്നത് പൂർണ്ണമായിട്ടും. ആത്മഭാവാത്വമേവാഹം ഇതിമേ നിശ്ചിതാമതി എന്ന് പറയുന്നത് ഹനുമാൻ. അപ്പൊ താനാണ് എല്ലാറ്റിലും ഉത്ഭവസ്ഥാനമെന്ന്, എല്ലാ ജീവികളുടെയും ഉത്ഭവസ്ഥാനം, തുടക്കം, ഗമ്യസ്ഥാനം മാത്രമല്ല, ഉത്ഭവം എവിടുന്നാണ് ഉത്ഭവിച്ചത്? എല്ലാവരുടെയും ഗമ്യസ്ഥാനം ഏതാ? ഭഗവാൻ തന്നെ. അത് നമ്മൾ കണ്ടു. എല്ലാ യോഗിവര്യന്മാർക്കും, എല്ലാ സന്യാസികൾക്കും, എല്ലാ സാധാരണക്കാർക്കും എല്ലാവരുടെയും ഗമ്യസ്ഥാനം എന്താ? ഭഗവാൻ തന്നെ. എല്ലാവരുടെയും തുടക്കം എവിടുന്നാ? എല്ലാറ്റിൻ്റെയും ഉത്ഭവസ്ഥാനം എവിടുന്നാ? അത് അർജുന, ഞാൻ തന്നെയാണ്. എന്നിൽ നിന്നാണ് എല്ലാവരും ഉത്ഭവിക്കുന്നത്, എന്നിൽ തന്നെയാണ് എല്ലാവരും ലയിക്കുന്നതും.
ഭഗവത്ഗീതയിൽ വളരെ സ്പഷ്ടമായിട്ട് ഭഗവാൻ 10-ാം അധ്യായത്തിൽ അർജുനന് പറഞ്ഞു കൊടുക്കണു. അഹം സർവസ്യ പ്രഭവോ മത്ത സർവ പ്രവർത്തതേ ഇതി മത്വാ ഭജന്തേ മാം ബുധാ ഭാവസമന്വിത. അഹം സർവസ്യ പ്രഭവോ, എല്ലാവരിലും എൻ്റെ പ്രഭാവമാണ് അർജുന. മത്ത സർവപ്രവർത്തിതം, എല്ലാറ്റിലും പ്രവർത്തിക്കുന്ന ഞാനാണ്. ഇത് മത്വാ ഭജന്തേ മാം, ഇതറിഞ്ഞിട്ട് എന്നെ ആൾക്കാർ ഭജിക്കുന്നു. ബുദ്ധഭാവ സമന്വിതം, പണ്ഡിതന്മാരായിട്ടുള്ളവരെല്ലാവരും, ഇതിനെക്കുറിച്ച് അറിഞ്ഞവരെല്ലാവരും, ഈ വിവരം അറിഞ്ഞവരെ, ഇതിൻ്റെ സൃഷ്ടിയുടെ താല്പര്യം മനസ്സിലാക്കിയവർ എന്നെ ഭജിക്കുന്നു. അഹം സർവസ്യ പ്രഭവോ മത്ത സർവം പ്രവർത്തതേ ഇതി മത്വാ ഭജന്തേ മാം ബുധാഭാവ സമന്വിതാ. സർവപ്രഭാവനല്ലോ ഞാൻ. തമ്പുരാൻ്റെ തർജ്ജമ ഉണ്ട്. അഹം സർവസ്യ പ്രഭവോ, സർവപ്രഭവനല്ലോ ഞാൻ. മത്ത സർവപ്രവർത്തതേ, സർവമുണ്ടാവതെന്നിലാം. എല്ലാം എന്നിലാണ്, എല്ലാറ്റിലും ഞാനുണ്ട് ആണ്. സർവപ്രഭവനല്ലേ ഞാൻ, സർവമുണ്ടാവത് എന്നിലും, എന്നിലും സർവമുണ്ട് എന്നോർത്തന്നെ ഭജിക്കുന്നു. ഇത് മത്വാ ഭജന്തേ മാം, ഇത് മനസ്സിലാക്കിയിട്ട് എന്നോർത്തിട്ട് എന്നെ ഭജിക്കുന്നു. ഭാവമൊക്കുന്ന പണ്ഡിതർ, ആ ഭാവത്തിലേക്ക് എത്തിയിട്ടുള്ള പണ്ഡിതന്മാർ എന്നെ ഓർത്തിട്ട് ഭജിക്കുന്നു എന്നർത്ഥം. അപ്പോൾ ഭഗവാൻ തന്നെ പറയുന്നുണ്ട്, ഞാൻ നിങ്ങളെല്ലാവരിലും ഉണ്ട്, നിങ്ങളെല്ലാവരിലും എന്നിലുമാണ്, നമ്മൾ വേറെ വേറെ അല്ല. നിങ്ങളിൽ ഞാൻ ഇല്ല ചോദിച്ചുണ്ട്, നിങ്ങളിൽ ഞാൻ എന്നിലാണോ എന്ന് ചോദിച്ചാൽ ഞാനും അതെ. അപ്പോൾ നീയെന്ന് ഞാനും എന്നുള്ള ഭേദമില്ല, നമ്മളെല്ലാം ഒന്ന് തന്നെയാണ്. യു ആർ മീ തത്വമസി. ആ, മനസ്സിലായില്ലേ? ഹരിവംശത്തിൽ തന്നെ പറയണ്ടേ, എവിടേക്കാണ് പറയുന്നത്? ഹരിവംശത്തിൽ, മഹാഭാരതത്തിൽ ഹരിവംശത്തിലും തന്നെയാണ് പറയുന്നത്. വസന്തി ത്വയി ഭൂതാനി ഭൂതവാസ തതോ ഭവാൻ. ഭഗവാനിൽ സർവഭൂതങ്ങളും വസിക്കുന്നു, അതിനാൽ ഭഗവാൻ ഭൂതവാസനാകുന്നു. ഭൂതാവാസ തതോ ഭവാൻ, അതുകൊണ്ട് ഭഗവാൻ ഭൂതാവാസ എന്നുള്ള പേര് കിട്ടിയെന്ന് പറയണം. ഈ നാമാണത്, ഭൂതാവാസ. ഹരിവംശത്തിൽ നിന്ന് എടുത്തതായിരിക്കും. എന്താ പറയുക, ഭീഷ്മർ വേണമെങ്കിൽ വസന്തി ത്വയി ഭൂതാനി, ഭഗവാനിൽ സർവഭൂതങ്ങളും വസിക്കുന്നു. ഭൂതാവാസത്തതോ ഭവാൻ, അതിനാൽ ഭഗവാൻ ഭൂതാവാസനാകുന്നു. അപ്പോൾ എവിടെയൊക്കെ നോക്കിയാലും നമുക്ക് അത് കിട്ടും. വീണ്ടും പറയുന്നു ഭഗവത്ഗീതയിൽ. ഇതൊക്കെ നമ്മൾ എത്ര പ്രാവശ്യം, എത്ര ശ്ലോകം, എത്ര പ്രാവശ്യം കണ്ടിട്ടുള്ള, എന്നാലും ഭഗവത്ഗീത കാര്യം ഞാൻ വീണ്ടും വീണ്ടും ഓർമ്മിപ്പിച്ച് പറയാം. കാരണം അതൊന്ന് കുറച്ച് കൂടുതൽ ഡോസ് കിട്ടിയോണ്ട് കുഴപ്പമൊന്നുമില്ല. അതിസാരം എന്താ പറയുക, ഇൻഡൈജഷനൊന്നും പിടിക്കില്ല. ഞാൻ സംസാരിക്കുമ്പോഴേ ഈ പറഞ്ഞ അസുഖങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ. ദഹിക്കേണ്ട വരിക, വയറിളക്കം വരിക, ശോധനയില്ലാവേണ്ടിരിക്കുക, അങ്ങനെയുള്ള കോൺസ്റ്റിപ്പേഷൻ, ഡിസെൻട്രി, ഇതൊക്കെ ഞാൻ സംസാരിക്കുമ്പോൾ എൻ്റെ സംസാരത്തിൽ നിന്നുണ്ടാവും. പക്ഷേ ഭഗവത്ഗീത അങ്ങനെ ഉണ്ടാവില്ല, എത്ര കേട്ടാലും മതിയാവില്ല. അതുകൊണ്ട് അതൊരു ശ്ലോകം 2 പ്രാവശ്യം കൂടുതൽ ചെല്ലിയെന്ന് പറഞ്ഞിട്ട് പേടിക്കുകയേ വേണ്ട. അപ്പോൾ റെപ്പിറ്റേഷൻ ഭഗവത്ഗീതയിൽ വന്നത് വളരെ വളരെ നല്ലതാണ്. എത്രയും കേൾക്കണോ അത്രയും നല്ലതാണ്. എന്നിൽ എല്ലാ ഭൂതജാലങ്ങളും ഒരു നൂലിന്മേൽ ചരടിന്മേൽ മണികൾ കെട്ടിയ പോലെ എന്നിൽ കോർത്തിണക്കപ്പെട്ടിരിക്കുകയാണ് അർജുന. 7-ാം അധ്യായത്തിൽ ഭഗവാൻ. മത്തപരതരം നാന്യത് കിഞ്ചിദസ്തി ധനഞ്ജയ മയി സർവമിദം പ്രോതം സൂത്രേ മണിഗണ ഇവ. സൂത്രേ മണിഗണ ഇവ. സൂത്ര മീൻസ് ചരട്. നമ്മുടെ മലയാളത്തിലെ സൂത്രമല്ല അത്. സൂത്രേ മണിഗണ ഇവ. നമ്മൾ സൂത്രം കൊണ്ട് മണി ഉണ്ടാക്കുന്നവരാ. അത് ആ സൂത്രമണി അതല്ല. ആ സൂത്രത്തിന്മേൽ മണി എന്ന് വെച്ചെങ്കിൽ മുത്തുമണികൾ അല്ലെങ്കിൽ ഫ്ലവേഴ്സ്. അപ്പോൾ ഒരു സൂത്രത്തിന്മേൽ, ഒരു ചരടിൻ്റെ മുകളിൽ
ഒരു നൂലിൻ്റെ മുകളിൽ എങ്ങനെയാണോ മുത്തുമണികൾ കോർത്തിരിക്കുന്നത്, സൂത്രമണിഗണ ഇവ മത്ത പരതരം ന അന്യത് കിഞ്ചിദസ്തി ധനഞ്ജയ. നൂലിൽ കോർത്ത മണി പോലെ എന്നിൽ എല്ലാം പ്രോതമായിരിക്കുന്നു അർജുന. മത്തപരതരം ന അന്യത് കിഞ്ചിദസ്തി ധനഞ്ജയ. മയി സർവമിതം പ്രോതം. ഞാൻ എല്ലാവരിലും ഉണ്ട്. എല്ലാവരും എന്നെ ടച്ച് ചെയ്തിട്ടാണ് നിൽക്കണം. നൂല് ടച്ച് ചെയ്യാത്ത വല്ല മണി ഉണ്ടാവുമോ? എല്ലാം നൂലിൻ്റെ മുകളിൽ ടച്ച് ചെയ്തിട്ടുണ്ട്. അല്ലേ? പിടിച്ചു നിന്നില്ലാന്ന് പറയും. പിടിച്ചു നിന്നവർക്കും ഷോക്ക് കിട്ടില്ലേ? ചാത്ത കൂട്ടുമ്പോൾ നമ്മൾ അങ്ങനെ ചെയ്യുക. ഒരാൾ കർമ്മം ചെയ്യുമ്പോൾ അനുജന്മാരും മറ്റുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും കൂടി ആ പിണ്ണ വെക്കണ നേരത്ത് പിടിച്ചു നിൽക്കും, തൊട്ട് നിൽക്കും. ഇല്ലേ? അപ്പോൾ തൊട്ട് നിന്നാൽ ആ ശക്തി കിട്ടുന്ന പറയാം. അതുകൊണ്ട് എല്ലാ മണികളും, ഈ മാലയിലുള്ള എല്ലാ മണികളും ഞാനായിരിക്കുന്ന നൂലിനെ ടച്ച് ചെയ്തിട്ടാണ് നിൽക്കുന്നത്. മയി സർവമിതം പ്രോതം സൂത്രേ മണിഗണായുവ. ഈ എന്നിൽ നിന്നു വേറിട്ടായി ഒന്നുമില്ല ധനഞ്ജയ. എന്ത് തകർപ്പൻ തർജ്ജമയാണ് മലയാള ഭാഷയ്ക്കുള്ള മുതൽക്കൂട്ട് തമ്പുരാൻ തന്നിരിക്കുന്നത്. ഒരു ഭാഷയിൽ എന്തില്ല കേട്ടോ. മഹാഭാരതം വൃത്താനുവൃത്തം തർജ്ജമ എന്നുള്ളത് നമ്മുടെ മലയാള ഭാഷയ്ക്ക് മാത്രം അഭിമാനിക്കാവുന്നൊരു മത്താടിക്കൊള്ളുക ഭീമാനമേനി എന്ന് പറഞ്ഞ പോലെ നമുക്ക് മത്താടാം. ഈ ഒറ്റ കൃതി മതി നമുക്ക്. 1,75,000 ശ്ലോകങ്ങൾ വൃത്താനുവൃത്തം തർജ്ജമ ചെയ്ത് നമ്മളുടെ മുമ്പിൽ അങ്ങോട്ട് വെച്ച് തരിക എന്ന് പറഞ്ഞാൽ എന്താ കഥ? ആ മനുഷ്യനെ നമ്മൾ മനുഷ്യൻ എന്നൊക്കെ പറയാൻ പറ്റുമോ അദ്ദേഹത്തിന്? സരസ്വതി ദേവിയുടെ പുരുഷാവതാരം എന്ന് വേണം പറയാൻ. അദ്ദേഹത്തിന് എത്ര നമിച്ചാലാ മതിയാവുക? എത്ര നമസ്കരിക്കണം അദ്ദേഹത്തിന്, ആ ചെയ്ത് തന്നിട്ടുള്ള ആ സുഹൃത്തിന്. ഋഷിഋണം എന്നൊക്കെ പറഞ്ഞതാണ്. അപ്പോൾ മത്ത പലതരം ന അന്യത് കിഞ്ചിദസ്തി ധനഞ്ജയ. ഈ എന്നിൽ നിന്നു വേറിട്ടായി ഒന്നുമില്ല ധനഞ്ജയ. വേർഡ് ടു വേർഡ് നോക്കൂ. മയി സർവമിതം പ്രോതം സൂത്രേ മണിഗണ ഇവ. ഇതെല്ലാം നൂലിൽ മണികൾ പോലെന്നിൽ കോർത്തു നിൽപ്പതാം. എന്നിൽ കോർത്തിട്ടാണ് ഇതൊക്കെ നിൽക്കുന്നത്. അല്ലേ? അപ്പം എല്ലാം എന്നിലുണ്ട്. നിങ്ങളെല്ലാവരും എന്നിലുണ്ട്. എല്ലാ ജഗത്തും എൻ്റെ എൻ്റെ ഉള്ളിലുണ്ട്. എത്ര പ്രാവശ്യം യശോദയ്ക്ക് കാണിച്ചു കൊടുത്തു? 2 പ്രാവശ്യം എന്നാണ് എൻ്റെ ഓർമ്മ. ഇതാ നോക്കും അമ്മയെ കൊണ്ട് വായ കാണിച്ചു കൊടുത്തപ്പോൾ അശോകം അമ്മ ബോധം കെട്ടി വീടില്ല. വേണ്ട മോനെ, അടച്ചോ വായ, എൻ്റെ വിക്രസൊന്നും എന്നെ കാണിക്കണ്ട. അല്ലേ? അപ്പം അതാണ് ഈ എന്നിൽ നിന്ന് വേറിട്ടായി ഒന്നുമില്ല ധനഞ്ജയ. ആ ആ ആ അർത്ഥം നമ്മൾ മനസ്സിലാക്കിയാൽ മതി. ഭഗവാനിൽ നിന്ന് വേറിട്ടിട്ട് യാതൊന്നും ഇവിടെ ഇല്ല. എല്ലാം സ്വാമി. മണ്ഡല വ്രതത്തിൽ സ്വാമിമാരെന്ന് പറഞ്ഞ പോലെ എല്ലാ സ്വാമി, ഏട്ടൻ സ്വാമി, അനിയൻ സ്വാമി, അപ്പൻ സ്വാമി, അയ്യൻ സ്വാമി, എല്ലാം സ്വാമി. ഇഡ്ഡലി സ്വാമി, സാമ്പാർ സ്വാമി, എല്ലാം സ്വാമി. ഈ എന്നിൽ നിന്ന് വേറിട്ടായി ഒന്നുമില്ല ധനഞ്ജയ. പക്ഷെ അതൊക്കെ അങ്ങനെ ഇങ്ങനെയൊക്കെയല്ലേ. ഏട്ടൻ വേറെ, അനിയൻ വേറെ, അവൻ്റെ വീട് വേറെ, എൻ്റെ വീട് വേറെ. ഇതൊക്കെ എവിടെയോ ഒരാൾ വടക്കാഞ്ചേരി താമസിക്കുന്നു, ഒരാൾ കുന്നംകുളത്ത് താമസിക്കുന്നു, ഒരാൾ എറണാകുളത്ത് താമസിക്കുന്നു. ഇതൊക്കെ എങ്ങനെയാണ് ഒന്നാന്ന് പറയാ? ഇതെല്ലാം നൂലിൽ മണികൾ പോലെ എന്നിൽ കോർത്തു നിൽപ്പതാം. എടോ, ഒരു മാല ഒരു നൂലിൻ്റെ മുകളിൽ കോർത്താൽ ഒരാൾ ആ അറ്റത്താവും, ഒരാൾ ഈ അറ്റത്താവും. സോ വാട്ട്? ആ മാലയിൽ പെട്ട ആളല്ലേ താൻ? അല്ലേ? അപ്പോൾ എന്നിൽ നിന്ന് വേറിട്ടിട്ടൊന്നുമില്ല. ആ തത്വം നമ്മൾ മനസ്സിലാക്കി. ഇത്രയേ ഉള്ളൂ. അതാണ് നമ്മുടെ ആവശ്യം. ദാറ്റ് ഈസ് ഓൾ. അപ്പോൾ അതാണ് ആ നാമത്തിൻ്റെ അർത്ഥം. 708 ഭൂതാവാസ. അടുത്ത നാമം 709 വാസുദേവ. വാസുവും ദേവനും. ഈ നാമവും നമ്മൾ 2 ഇടത്ത് കണ്ടിട്ടതിന് മുമ്പ്. സ്പെസിഫിക് ആയിട്ട് ഈ നാമം ഓർമ്മയുണ്ടോണാവോ? വാസുദേവോ ബൃഹദ്ഭാനു ഒരു നാമം പഠിച്ചിട്ടില്ലേ? വസുപ്രദോ വാസുദേവോ, അത് ഈയിടെ പഠിച്ചതാ. വസുപ്രദോ വാസുദേവോ, അത് ഓർമ്മയുണ്ടാവും. വസുപ്രദോ വാസുദേവോ, അല്ലേ?
അതുപോലെ തന്നെ മുമ്പേ പണ്ടും പഠിച്ചിട്ടുണ്ട് നമ്മൾ. പണ്ട് മീൻസ് ഒരു ഏതാണ്ട് എനിക്ക് തോന്നുന്നു ഒരു 300 ശ്ലോകം, 300 നാമത്തിലാവും. ഓർമ്മയില്ല ശരിക്കും നാമം എത്രയെന്ന്. വാസുദേവോ ബൃഹദ്ഭാനു ആദിദേവ പുരന്ധര അശോകസ്താരണസ്താര ശൂര ശൗര്യജനേശ്വര ആ നാമങ്ങൾ വിടുന്നത്. പിന്നെ ഇപ്പോൾ ഇതാ മൂന്നാമത് 709 വാസുദേവ എന്ന് വന്നിരിക്കുന്നു. ഒന്നൊക്കെ അർത്ഥം വളരെ നന്നായിട്ട് വ്യാഖ്യാനിച്ചതാണ്. അതിലേക്കും നമ്മളിപ്പോൾ വീണ്ടും കടക്കണ്ട. കാര്യം ഞാൻ പറയുമ്പോൾ നീരസവും. പക്ഷേ ഇവിടെ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട്. അത് നമ്മൾ കഴിഞ്ഞ തവണ പറഞ്ഞില്ല. ഈ നാമത്തിൻ്റെ ഒരു പ്രാധാന്യം, വാസുദേവ എന്ന നാമത്തിൻ്റെ പ്രാധാന്യം അതൊന്ന് അറിഞ്ഞിരിക്കണം എല്ലാവരും. പിന്നെ ഈ നാമം മറക്കില്ല. ഓം നമോ ഭഗവതേ വാസുദേവായ എന്നുള്ളൊരു നാമം കേൾക്കാത്ത ആരും കേരളത്തിൽ ഉണ്ടാവില്ല. നല്ല ധൈര്യമുണ്ട് എനിക്ക്. ഈ ശ്രോതാക്കൾ ആരും തന്നെ ഈ ഒരു 12 അക്ഷരമുള്ള നാമം മന്ത്രം കേൾക്കാത്തവരാരും ഉണ്ടായിരിക്കില്ല. ഓം നമോ ഭഗവതേ വാസുദേവായ. ഗുരുവായൂർ അമ്പലത്തിലും ശബരിമലയിൽ തത്വമസി എഴുതി വെച്ച പോലെ നേരെ ആനക്കൊമ്പിൻ്റെ താഴത്ത് ഇതിങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഓം നമോ ഭഗവതേ വാസുദേവായ. ദ്വാദശാക്ഷരിയാണത്. 12 അക്ഷരമുള്ള മഹാമന്ത്രമാണ്. ബീജാക്ഷരങ്ങളുള്ള മന്ത്രമാണത്. ഓം നമോ ഭഗവതേ വാസുദേവായ. ഇപ്പോൾ ഞാനും നിങ്ങളും അല്ലെങ്കിൽ നമ്മളുടെ അയൽക്കാരോ ഒന്നും ഉണ്ടാക്കിയ നാമമല്ല അത്. ഈ നാമം ഉണ്ടാക്കിയത് വളരെ മഹത്തായിട്ടുള്ളൊരു വ്യക്തിയാണ്. ഈ മന്ത്രം കണ്ടുപിടിച്ചത് നാരദ മഹർഷിയുടെയാണ് ഈ മന്ത്രം. നാരദ മഹർഷി എത്ര ഉത്കൃഷ്ടനായൊരു ഭക്തനാണ് നമുക്കറിയാലോ. നാരദ ഭക്തി സൂത്രമൊക്കെ എഴുതിയ ആളാണ് അദ്ദേഹം. ട്രെക്ടിസിസ് ഓൺ ഭക്തി, ഭക്തിയുടെ അതോറിറ്റിയാണ് നാരദൻ. നാരദ ഭക്തി സൂത്രത്തിൽ കവിഞ്ഞ് വേറൊരു ട്രെക്ടിസ് ഇതേവരെ ഉണ്ടായിട്ടില്ല. ആ നാരദ ഭക്തി സൂത്രത്തിൽ നിന്ന് ആണ് ഈ 12-ാം അധ്യായം മുഴുവൻ വന്നത്. ഭക്തിയുടെ അതോറിറ്റി ഈസ് നാരദൻ, ഒരു സംശയമില്ല. അപ്പം നാരദനാണ് ഈ ഒരു മന്ത്രം കോയിൻ ചെയ്ത് അതിൻ്റെ ബീജാക്ഷരങ്ങളൊക്കെ നോക്കി വേണ്ട പോലെ കോയിൻ ചെയ്ത് ആർക്ക് വേണ്ടിയിട്ട്? ധ്രുവന് വേണ്ടിയിട്ട്. ധ്രുവന് തപസ്സിന് വേണ്ടിയിട്ട്. എന്തിനു വേണ്ടിയിട്ട്? രാജ്യം പിടിക്കാനല്ല, ധ്രുവന് തപസ് ചെയ്യാൻ. അപ്പം മഹത്തായിട്ടുള്ളൊരു വ്യക്തി, മഹത്തായിട്ടുള്ള വേറൊരു ബാലകന് അതിമഹത്തായിട്ടുള്ളൊരു കാര്യമായി തന്നെ തപസ്സിന് വേണ്ടിയിട്ട് ഉണ്ടാക്കി ഉപദേശിച്ച മന്ത്രമാണ് ഓം നമോ ഭഗവതേ വാസുദേവായ. ഈ മന്ത്രത്തിലെ ജീവനാഡി, മുഖ്യപ്രാണൻ എന്ന് പറയുന്നത് വാസുദേവ എന്നാണ്. ഇതെപ്പോഴും ഭക്തരുടെ മനസ്സിൽ വേണം. ഈ നാമം ഇതാണ്. മനസ്സിലായില്ലേ? അതാണ് ഞാൻ പ്രത്യേകിച്ചൊരു കാര്യം പറയേണ്ടതെന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ അത് ഓർമ്മിക്കാം. അപ്പോൾ വാസുദേവ അത് കഴിഞ്ഞു. ഇനി അടുത്ത നാമം 710 സർവാസു നിലയ. സർവാസു നിലയ. എല്ലാ പ്രാണികൾക്കും വാസസ്ഥാനമായവൻ. ഇതന്നെ മുമ്പേ വന്ന നാമം തന്നെ അത് കേട്ടോ. ഭൂതാവാസ നാമം തന്നെയാണത്. അപ്പോൾ എല്ലാ പ്രാണികൾക്കും വാസസ്ഥാനമായവൻ ഭഗവാൻ. എല്ലാവരുടെയും കൂട്. എല്ലാ പക്ഷികളും വൈകുന്നേരം എങ്ങടാ ചെല്ലുക? എല്ലാ മനുഷ്യന്മാരും എങ്ങടാ ചെല്ലുക? ബുദ്ധിയുള്ള മനുഷ്യന്മാർ പണിയൊക്കെ കഴിഞ്ഞാൽ വീട്ടിലേക്കല്ലേ വരിക, മറ്റവരും അവരുടെ കൂട്ടിലേക്കല്ലേ പോവുക. അപ്പോൾ എല്ലാ പ്രാണികൾക്കും വാസസ്ഥാനമായ സ്ഥലമാണ് ഭഗവാൻ. സർവാസു നിലയ. സർവ എല്ലാം. അസു എന്നാൽ പ്രാണൻ, ജീവശക്തി, ലൈഫ് സെൻറ്റർ, ഇതൊക്കെയാണ് അസു എന്നുള്ള വാക്കിന്. സർവാസു നിലയ, എല്ലാ പ്രാണികൾക്കും വാസസ്ഥാനമായിട്ടുള്ളത്. ശ്വേതേശ്വര ഉപനിഷത്തിൽ പറയും, സർവജീവേ സർവസംസ്ഥേ ബൃഹന്തേ. സർവജീവേ എല്ലാ ജീവികൾക്കും, സർവസംസ്ഥേ എല്ലാ സംസ്ഥകൾക്കും,
ബൃഹന്തേ, ബൃഹത്തായിട്ടുള്ളത്, എല്ലാറ്റിനും ആശ്രയമായിട്ടുള്ളതും, എന്താ പറയുക, എല്ലാറ്റിൻ്റെയും വിശ്രമസ്ഥാനമായിട്ടുള്ളതും, ബൃഹന്തേ, സ്ഥലകാലഭേദങ്ങളൊന്നുമില്ലാതെ അതിനൊക്കെ പരിച്ഛേദ്യമല്ലാത്തത് ആണ് ബ്രഹ്മപദാർത്ഥം എന്നാണ്, ഈ ചൈതന്യം എന്നാണ് ശ്വേതേശ്വര ഉപനിഷത്ത് പറയുന്നത്. സർവജീവേ സർവസംസ്ഥേ ബൃഹന്തേ, അതാണ് സർവാസു നിലയ. ഭൂതാവാസം എന്നുള്ള വാക്കിൻ്റെ അതേ അർത്ഥം തന്നെയാണ്, വേറൊരു ടെർമിനോളജി വെച്ചു എന്ന് മാത്രം. അല്ല, എന്ത് പറഞ്ഞാലും ഭഗവാന് ഫിറ്റാവുമല്ലോ. ഈ വിൽ ഫിറ്റ് ഓൾ ഡ്രസ്സസ്, എല്ലാ ഡ്രസ്സും അദ്ദേഹത്തിന് ഫിറ്റാവുമല്ലോ, അല്ലേ? ഒരു പ്രത്യേക ശരീരം ഇല്ലാത്തതുകൊണ്ട് ഏത് ഡ്രസ്സ് എടുത്താലും അതിനുള്ള ശരീരം ഭഗവാൻ ഉണ്ടാക്കാമല്ലോ. ഭഗവാന് എല്ലാ ഗുണങ്ങളും ഭഗവാന് ചേർന്നതാണ്. ഭഗവാന് അതീതമായിട്ട് വേറൊരു ഗുണമില്ല. അതുകൊണ്ട് സർവാസു നിലയ. അനല, അടുത്ത നാമം അനല. അനല എന്ന് വെച്ചാൽ പര്യാപ്തി ഇല്ലാത്തവൻ എന്നർത്ഥം. തൃപ്തി വരാത്തവൻ, അഗ്നി എന്നുള്ള അർത്ഥം ഉണ്ട് അനലയ്ക്ക്. അപ്പോൾ അതുകൊണ്ട് തൃപ്തി വരാത്തവൻ, എത്ര കഴിച്ചാലും മതിയാവില്ല, അനലനാണ്. പര്യാപ്തി ഇല്ല എന്നർത്ഥം, ലിമിറ്റേഷൻ ഇല്ല, നോട്ട് എ ലിമിറ്റഡ് ബീയിങ്. ഈ നാമം ഇതിന് മുമ്പേ വന്നിട്ടുണ്ട്, നമ്മൾ വ്യാഖ്യാനിച്ചിട്ടുമുണ്ട്. പക്ഷെ അന്ന് വ്യാഖ്യാനിച്ചത് പ്രാണശക്തി, ജീവൻ എന്ന അർത്ഥത്തിലായിരുന്നു. എന്താണ്, ഭൂതഭോഗ്യ ഭവന്നാഥ പവന പാവനോ അനല. അത് നാമം ഓർമ്മ വരില്ലേ? ഇപ്പോൾ ഭൂതഭവ്യ ഭവന്നാഥ പവന പാവനോ അനല. പാവനോ നല എന്നല്ല, പാവനോ അനല. അപ്പോൾ അവിടെ ആ ലാസ്റ്റിൽ അനല എന്ന് വന്നിട്ടുണ്ട് നാമം. ആ അനലയ്ക്ക് നമ്മൾ വ്യാഖ്യാനിച്ച നാമം പ്രാണശക്തി, ജീവൻ എന്നർത്ഥത്തിലാണ്. അപ്പോൾ എല്ലാവരിലും ഭഗവാന്റെ സാന്നിധ്യമുണ്ട്. ജീവൻ എന്നുള്ള നിലയ്ക്ക്, പ്രാണൻ എന്നുള്ള നിലയ്ക്ക് ഭഗവാന്റെ ശക്തിയാണ് നമ്മളകത്തേക്കും പുറത്തേക്കൊക്കെ വിടുന്ന പ്രാണൻ എന്നുള്ള അർത്ഥത്തിൽ നമ്മൾ വ്യാഖ്യാനിച്ചത്. ഇവിടെ വ്യാഖ്യാതാക്കൾ ചെറിയൊരു ഡീവിയേഷൻ എടുത്തിട്ട് പറയണു, അലം എന്നാൽ ലിമിറ്റേഷൻ, പരിമിതികൾ. അലം അല്ലെന്നുള്ള വാക്കിൻ്റെ അർത്ഥം പരിമിതി, ലിമിറ്റേഷൻ. പര്യാപ്തി എന്നർത്ഥമാണ് ഭാഷാകാരന്മാർ സ്വീകരിച്ചിട്ടുള്ളത്. പര്യാപ്തി അല എന്നുള്ള വാക്കിന്. അനലൻ ഓപ്പോസിറ്റ് ടു അലൻ. അനലൻ പര്യാപ്തി ഇല്ലാത്തവൻ, ലിമിറ്റ്ലെസ്, ബൗണ്ട്ലെസ്, അനാദി, ആദിയും മന്ദവും മധ്യവും ഒന്നുമില്ലാത്തവൻ, പരന്ന് കിടക്കുന്നവൻ എന്നർത്ഥം. ഭഗവാന്റെ ഐശ്വര്യങ്ങൾക്ക് സീമയുണ്ടോ? ഇസ് ദർ എനി ബൗണ്ടറി? ഭഗവാനും അല്ല, ഭഗവാന്റെ വിഭൂതികൾക്കും വല്ല അതിർത്തിയുണ്ടോ? അതിർത്തി നിശ്ചയിക്കുന്ന ആളും ഭഗവാൻ തന്നെയാണ്. അതിർത്തിയുടെ അപ്പുറത്തും ഭഗവാൻ തന്നെയാണ്, അതിർത്തിയുടെ അപ്പുറത്തും ഭഗവാൻ തന്നെയാണ്, അതിർത്തി വരച്ചതും ഭഗവാൻ തന്നെയാണ്, ആ വരയും ഭഗവാൻ തന്നെയാണ്. പിന്നെ എങ്ങനെയാണ് അതിനൊരു സീമ എന്ന് പറയാം നമ്മൾ? ഐശ്വര്യാദി ഗുണങ്ങൾക്ക് ഒരു സീമയില്ല ഭഗവാന്. അനന്ത എന്നുള്ളൊരു നാമം പഠിച്ചിട്ടില്ലേ? അതോർക്കുക. വീരാനന്ദോ ധനഞ്ജയ, ആ ശ്ലോകത്തിൽ അനന്ത എന്നുള്ള നാമം ഇല്ലേ? അനന്ത എന്ന് വെച്ചാൽ എന്താ അവിടെ അർത്ഥം? അന്തമില്ലാത്തവൻ. അന്തമില്ലാത്തവൻ വെച്ചെങ്കിൽ എഗെയിൻ മലയാളത്തിൽ അന്തമില്ലാത്തവനല്ല, നമ്മൾ പറയില്ല അന്തവും കൊന്തവും ഇല്ലാത്തവനാണ്. അന്തവും കൊന്തവും ഇല്ലാത്തവനല്ല ഭഗവാൻ. അനന്ത, അന്തമില്ലാത്തവൻ, എൻഡ്ലെസ്, എവിടെ അവസാനിക്കാത്തവൻ, അല്ലേ? ഈ റോഡ് ഇങ്ങനെ പോയി എവിടെ അവസാനിക്കാന്ന് ചോദിച്ചാൽ എവിടെ അവസാനിക്കുക? റോഡ് ഈസ് എൻഡ്ലെസ്. റോഡിന് എൻഡില്ല, റോഡിന് ബെൻഡേ ഉള്ളൂ. അതൊന്നത് കഴിഞ്ഞാൽ വേറെ റോഡിലേക്ക് പോകും, വേറെ റോഡിലേക്ക് പോകും, അങ്ങനെ പോയിക്കൊണ്ടിരിക്കും, അല്ല? അതിനൊരു എൻഡ് എന്ന് പറയുന്നതില്ല സാധാരണഗതി. അപ്പോൾ ഞങ്ങൾക്ക് ചോദിക്കാം, അവിടെ മതിൽ കിട്ടിയാലോ? മനസ്സിലായി? അതിൻ്റെ പറഞ്ഞതിൻ്റെ ഉദ്ദേശം അതല്ല. എൻഡ്ലെസ് ആണ് ഭഗവാന്റെ വിഭൂതികളൊക്കെ, എൻഡ്ലെസ്സാണ്. അങ്ങനെ എവിടെ അതിനൊരു പരിമിതി കൽപ്പിക്കാൻ പറ്റില്ല. ഇത്രയ്ക്കൊക്കെ ഉള്ളൂ അല്ലേ ഭഗവാൻ, അങ്ങനെ പറയാൻ പറ്റില്ല. ഇത്രയ്ക്കൊന്നും അല്ല ഉള്ളൂ ഭഗവാൻ. ഇതൊക്കെ വെറും എന്താ പറയുക, ഇംഗ്ലീഷിൽ ഒരു വാക്ക് വരല്ലോ, ടിപ്പ് ഓഫ് ദി ഐസ്ബർഗ്.
നമ്മളിപ്പോൾ ഈ കാണുന്ന പ്രപഞ്ചം മുഴുവൻ, എല്ലാ പ്രപഞ്ച വസ്തുക്കളും നമ്മൾ കാണുന്നതും കേൾക്കുന്നതും നമുക്ക് അറിയപ്പെടുന്ന പ്രപഞ്ചം അങ്ങനെ വിചാരിക്കാം. കാണുന്നതും കേൾക്കുന്നതും അതിനെക്കുറിച്ച് വായിച്ചിട്ടുള്ളതും സോളാർ സിസ്റ്റം, മിൽക്കി വേ, അത് ഇത് എന്ത് വേണമെങ്കിൽ പറഞ്ഞോളൂ നിങ്ങൾ. അറ്റ്മോസ്ഫിയർ, എന്ത് സാധനമായാലും വിരോധമില്ല. നമുക്കറിയാവുന്ന എല്ലാ ഭാഷകളും ഉപയോഗിച്ചോളൂ. അതെല്ലാം ഇറ്റ് ഈസ് എ ടിപ്പ് ഓഫ് ദി ഐസ്ബർഗ്. ഒരു ചെറിയൊരു കണം മുകളിലേക്ക് കാണുന്നു എന്ന് മാത്രം ഭഗവാന്റെ. മറ്റതൊക്കെ വേറെ അടിയിലാണ്, അൺമാനിഫെസ്റ്റാണ്. ഇത് മാത്രം മാനിഫെസ്റ്റ്. മാനിഫെസ്റ്റ് ചെയ്തതിന് എത്രയ്ക്കുണ്ട് അപ്പോൾ ഇനി മാനിഫെസ്റ്റ് ചെയ്യാത്തതോ, അടിയിലത്തെ വേരോ അല്ലേ? ഭഗവാന്റെ വിഭൂതികൾ വിസ്തരിച്ച് തീരില്ല. അല്ലെങ്കിൽ തന്നെ നോക്കൂ, ഇപ്പം നോക്കൂ, സഹസ്രനാമുണ്ട്, ഭാഗവതമുണ്ട്, മഹാഭാരതമുണ്ട്, മറ്റുള്ള എന്തെല്ലാം, വിഷ്ണു പുരാണമുണ്ട്. എത്ര വിസ്തരിച്ചാലും തീരെ മഹർഷി വ്യാസന് ഇനിയും തൃപ്തി വന്നിട്ടുണ്ടാവില്ല. ഇത് നമുക്ക് മതി എന്ന് പറഞ്ഞ് വിട്ടതാവും, അല്ലാണ്ട് തൃപ്തിയായിട്ടൊന്നും ആവില്ല അദ്ദേഹം. ഇത്രയൊക്കെ ഭഗവാനെ കുറിച്ചിട്ടുള്ള മഹിമകൾ വേദങ്ങൾ 4 പകുത്തു, ഉപവേദങ്ങൾ ഉണ്ടാക്കി, സ്മൃതികൾ ഉണ്ടാക്കി, മഹാഭാരതം എഴുതി, പഞ്ചമവേദം 1,25,000 ശ്ലോകം വരുന്ന മഹാഗ്രന്ഥം എഴുതി, ധർമ്മത്തിനെ കുറിച്ച് അവിടെ പ്രതിപാദിച്ചു. ഇതൊക്കെ ചെയ്തിട്ടും അദ്ദേഹത്തിൻ്റെ മുഖത്തൊരു മ്ലാനത. ഒരു സുഖമില്ലാത്ത പോലെ. എന്നൊരു ദിവസം വൈകുന്നേരം ചായ കുടിക്കാതിരിക്കുമ്പോൾ നാരദനോട് ഷെയർ ചെയ്തു. നാരദ അങ്ങനെ ഒരു എന്താ തോന്നില്ല, ഈയിടെയായിട്ടൊരു എന്താ കാരണം എന്നും ചോദിച്ചാൽ അറിയാമല്ലോ, ഒരു അസ്ഥിത, ആകെപ്പാട്ടൊരു സുഖമില്ല മനസ്സിന്. നാരദൻ അറിയാണ്ടിരിക്കുമോ എന്താ വിവരം എന്ന്. വളരെ ഉള്ളിലാകെ ലോകത്തുള്ള എല്ലാവരുടെയും എക്സ്റേ എടുക്കണവനാണ് നാരദൻ. ഭയങ്കര റേഡിയോളജിസ്റ്റാണ്. അപ്പം അദ്ദേഹത്തിൻ്റെ അസുഖം കണ്ടുപിടിച്ചു. അതിന് സാരില്ല മഹർഷി, അതിന് വ്യാസൻ സാർ ഒരു കാര്യം ചെയ്താൽ മതി. ഇതേവരെ അങ്ങ് ജ്ഞാനത്തിനെ കുറിച്ച് ഉപനിഷത്ത് അത് ഇതെന്നൊക്കെ പറഞ്ഞ് ജ്ഞാനികൾക്കുള്ള പുസ്തകങ്ങൾ എഴുതിയത്. ഇതിനെ കർമ്മയോഗത്തിൽ ഏർപ്പെട്ടിരിക്കുന്നത് മഹാഭാരതം എഴുതി കൊടുത്തു. ഞങ്ങളെപ്പോലെയുള്ള ഒരു കാറ്റഗറിയിൽ കുറച്ച് ആൾക്കാരുണ്ടേ, കുറച്ച് വോട്ടേഴ്സ് ഉണ്ടായി. ഞങ്ങൾക്കുള്ളതൊന്നും കിട്ടിയില്ലല്ലോ ഭഗവാന്റെ അങ്ങയുടെ കയ്യിൽ നിന്ന്. അങ്ങയുടെ ദിവ്യനാമ പറയുന്ന മഹത്വമായിട്ടുള്ള നാവുകൊണ്ട്, അല്ലെങ്കിൽ അങ്ങയുടെ കൈകൊണ്ട്, അങ്ങയുടെ എന്താ പറയുക തൂലികയിൽ നിന്ന് ഞങ്ങൾക്ക് വേണ്ടതൊന്നും പ്രവഹിച്ചില്ലല്ലോ. ജ്ഞാനികൾക്കുള്ള വേദങ്ങൾ പ്രവഹിച്ചു, അത് 4 അദ്ദേഹം അങ്ങ് പകുത്തു, അത് 4 ഇതാക്കി വിട്ടു. കർമ്മകാണ്ഡെന്നും ജ്ഞാനകാണ്ഡമെന്നും ബ്രാഹ്മണകാണ്ഡെന്നും ഒക്കെ ആക്കി വിട്ടു. ഓക്കെ, ജ്ഞാനികൾക്ക് ശരി. ധർമ്മം എന്താണ് നിലനിർത്തി കാണിക്കാൻ കർമ്മം ചെയ്യുന്നവർക്ക് വേണ്ടി മഹാഭാരതം, എങ്ങനെയാണ് നമ്മൾ ലോകത്തിൽ കർമ്മം ചെയ്യേണ്ടത് എന്ന് മഹാഭാരതം എഴുതി. എന്നിട്ട് അതിനോടനുബന്ധമായിട്ടുള്ള കുറേ പുരാണങ്ങൾ എഴുതി. അതിൽ കുറേ കഥാപാത്രങ്ങളൊക്കെ സൃഷ്ടിച്ച് അവിടെയും പടിയും തൊട്ടും തൊടാണ്ടൊക്കെ എഴുതി. നല്ല തന്നെ. പക്ഷെ സ്പെസിഫിക്കായിട്ട് ഞങ്ങൾക്കൊരു സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ളൊരു ഗ്രന്ഥം അങ്ങ് ഗ്രഹിച്ചിട്ടുണ്ടോ? അതല്ലേ ഞങ്ങളുടെ മനസ്സിലൊരു ചക്കപ്പഴത്തിൽ തലനാര് വെട്ട പോലെ ഇങ്ങനെ കിടക്കണത്. പഴഞ്ചക്കയുടെ ഉള്ളിൽ ചെറിയൊരു തലനാര് വെട്ട എങ്ങനെ ഇരിക്കും? ആ ഒരു ഈഷൽ അങ്ങയുടെ മനസ്സിൽ അതല്ലേ? ശരിയെന്നാ തോന്നുന്നത് വ്യാസൻ പറഞ്ഞു. ശരിയെന്നാ തോന്നുന്നത് നാരദരെ. അത് തന്നെയായിരിക്കാം. അപ്പം എന്താ വേണ്ടത്? ഭക്തിമാർഗത്തിൽ സഞ്ചരിക്കാനായിട്ടുള്ള കുറേ കഥകൾ പറയൂ, കുറേ ആൾക്കാരുടെ കഥകൾ പറയൂ. ഇതിനു മുമ്പ് അവിടെ വന്നു പോയിട്ടുള്ള രാജാക്കന്മാർ, മന്ത്രിമാർ, പല ഭക്തന്മാരില്ലേ ലോകത്തിൽ, അവരെക്കുറിച്ചൊക്കെ കഥകൾ പറയൂ. നിങ്ങളൊന്ന് കുറിക്കട്ടെ. തുൽഭക്തിസ്തു കഥാരസാമൃതചരി നിർമ്മജ്ഞനേന സ്വയം സിദ്ധ്യന്തി വിമലപ്രബോധവദവീം അക്ലേശതസ്തന്വതീ. നിർമ്മാർജ്ജനം ചെയ്യട്ടെ, ഒന്ന് മുങ്ങി കുളിക്കട്ടെ ആൾക്കാർ. അങ്ങയുടെ ആ ഭക്തി പ്രവാഹം കൊണ്ട് വരുന്ന ആ ഗ്രന്ഥത്തിൽ, ആ കഥകളിൽ, തൽഭക്തിസ്തു കഥാരസാമൃതചരി, ഭഗവാന്റെ കഥകളിൽ
ഒന്ന് 6 അടി കുളിക്കട്ടെ, അതോടുകൂടി ഭഗവാൻ അങ്ങയ്ക്കും മനസമാധാനം കിട്ടും. സംശയിക്കേണ്ട, എഴുതിയോളൂ. നാരദൻ പറഞ്ഞ പോലെ കേൾക്കാം. പണ്ട് ഇതേപോലെ തന്നെ വാൽമീകിക്ക് പറഞ്ഞിടത്തെ നല്ല അറിവുണ്ട്, ഞാൻ കേട്ടിട്ടുണ്ട്. രാമായണം എഴുതാൻ പറഞ്ഞിടത്തത് അങ്ങനെയല്ലേ. അപ്പം അങ്ങ് പറഞ്ഞു ഞാൻ തിരസ്കരിക്കില്ല, ഞാൻ എഴുതാം. എന്നിട്ടാണ് 18,000 ശ്ലോകമുള്ള ഭാഗവത പുരാണം എഴുതിയത്. മഹാഭാഗവതം, ശ്രീമദ് ഭാഗവതം. ഭഗവാനെ കുറിച്ചുള്ള വർണ്ണന, വിഷ്ണുവിനെ കുറിച്ചുള്ള വർണ്ണന, എല്ലാം ഭക്തന്മാർക്കുള്ള കഥ. എന്താ രസം! അതും കൂടി ചെയ്തപ്പോഴാണ് വ്യാസന് ആവൂ, ഇപ്പോൾ കുഴപ്പമില്ല കേട്ടോ, ഇൻഡൈജഷനൊക്കെ മാറി എന്നാണ്, ഏതാണ്ടൊക്കെ സുഖമായിരിക്കുന്നു. മനസ്സിലായോ? അപ്പം അങ്ങനെയുള്ളവർക്ക് പോലും ഇത് തൃപ്തി വരുന്നില്ല. അത് എഴുതിയിട്ട് എത്ര എഴുതിയാലും തൃപ്തി വരില്ല. തൃപ്തി വരാത്തൊരു ഒരു ഒരു സംഭവ വികാസമാണത്, ഭഗവാന്റെ വിഭൂതി എന്ന് പറയുന്നത്. എന്തിനാ ഭഗവാന്റെ വിഭൂതിയിലൊക്കെ പോകണം? ഗുരുവായൂർ അമ്പലത്തിലൊന്നും ചെന്ന് തൊഴുതു നോക്കൂ. ഒരു പ്രാവശ്യം തൊഴുതാൽ തൃപ്തി മാറുമോ? പിന്നെ ഒന്നുകൂടി തൊഴുതു വരട്ടെ കേട്ടോ, അല്ല എപ്പോൾ വരാം, ഒരു പ്രദർശനം കൂടി ഇല്ലേ? എത്ര പ്രാവശ്യം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. എന്താ അത്? ഭഗവാൻ അനലനാവുകാരനാണ്, തൃപ്തി വരാത്തവൻ, പര്യാപ്തി ഇല്ലാത്തവൻ, ഒരു ലിമിറ്റേഷനും ഇല്ല. പിന്നെ എങ്ങനെയാണ് തൃപ്തി വരിക? ഏതെങ്കിലും ഒരു ബോർഡറിൽ ചെന്ന് തല മുട്ടിയാലല്ലേ ഓ മതി, ഇനി അങ്ങോട്ട് പോകാൻ പറ്റില്ല അല്ലേ തോന്നുള്ളൂ. ഇതല്ല, ഇത് എവിടെ പോയാലും ഭഗവാനാ, എന്ത് ചെയ്താലും ഭഗവാനാ, സർവം കൃഷ്ണമയം. നമ്മൾ മാത്രമല്ല, ഇത് ഭഗവാൻ കൂടി സമ്മതിച്ചിട്ടുള്ളൊരു കാര്യമാണ്. എന്നെക്കുറിച്ച് വളരെ ബുദ്ധിമുട്ടാണ് അർജുന അറിയാൻ, മനസ്സിലാക്കാൻ. ആ തൽക്കാലം ഒന്നും അത്ര പെട്ടെന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റുന്നതല്ല. അർജുനൻ ചോദിക്കും, ഭഗവാനെ അങ്ങയുടെ വിശ്വരൂപം ഒന്ന് പറഞ്ഞു തരൂ, വിസ്താരമായ ആത്മയോഗ വിഭൂതികൾ ജനാർദ്ദന, വിസ്തരിച്ചിട്ട് അങ്ങൊന്ന് പറഞ്ഞു തരൂ. വിസ്തരേണ ആത്മനോയോഗം വിഭൂതിഞ്ച ജനാർദ്ദന, ഭഗവാന്റെ ആത്മസ്വരൂപം എന്താണെന്നും ഭഗവാന്റെ വിഭൂതികൾ എന്താണെന്നും ഒന്ന് വിസ്തരിച്ചിട്ട് പറഞ്ഞു തരൂ. ഭൂയകഥയാ തൃപ്തി ക്ഷുണ്ണതോ നസ്തിമേ മൃതം, ഒരു അമൃതം പോലെ എനിക്ക് കേൾക്കാനാ. വീണ്ടും ചൊൽകി അമൃത കേട്ടുണ്ടാകുന്ന ലീല തൃപ്തിമേ, അതിൽ നിന്ന് എനിക്ക് മഹാതൃപ്തിയാണ് വരുന്നത്. അങ്ങയുടെ ഭഗവത് ലീലകൾ കേട്ടിട്ട്, ഭഗവാന്റെ കാരുണ്യങ്ങളും ഭഗവാന്റെ വിഭൂതികളും കേട്ടിട്ട്. അതുകൊണ്ട് വിസ്താരമായിട്ടൊന്ന് പറഞ്ഞു തരൂ, പ്ലീസ് എക്സ്പ്ലെയിൻ ടു മീ ഇൻ ഡീറ്റെയിൽ ഭഗവാൻ, പ്ലീസ്. 10-ാം അധ്യായത്തിൽ അർജുനൻ ചോദിക്കുന്ന ചോദ്യം അത്, ഞാൻ ചോദിക്കണമല്ല. അർജുനൻ ഭഗവാനോട് നേരിട്ട് നേർക്കുനേർ ഇൻ്റർവ്യൂവിൽ വാക്ക് ആൻഡ് ടോക്ക് ഇല്ലേ, ആ സീരീസിൽ ചോദിക്കുകയാണ്. വിസ്താരമായ ആത്മയോഗ വിഭൂതികൾ ജനാർദ്ദന, വിസ്താരേണ ആത്മനായോഗ വിഭൂതിം ജനാർദ്ദന, ഭൂയ കഥയ തൃപ്തിർഹി ക്ഷുണ്ണതോ നാസ്തി മേ മൃതം, വീണ്ടും ചൊൽകി അമൃത കേട്ടുണ്ടാകുന്നീല തൃപ്തിമേ. ഈ അമൃതമായിട്ടുള്ള വാക്കുകൾ അദ്ദേഹത്തിനെ കേട്ടിട്ട്, അങ്ങ് പറഞ്ഞു കേട്ടിട്ട് തൃപ്തി വരുന്നില്ല എനിക്ക്. കുറച്ചൊന്ന് പറഞ്ഞു, ഒരു ഔട്ട്ലൈൻ പറഞ്ഞു എന്നല്ലാണ്ട് എങ്ങനെയൊന്നല്ല എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ഭഗവാനെ. ഒന്ന് നന്നായിട്ട് വിസ്തരിച്ച് പറഞ്ഞു, ഐ വാണ്ട് ടു ഹിയർ, പ്ലീസ് സിറ്റ് ഡൗൺ. ശിഷ്യൻ ഗുരുനാഥനോടാ പറഞ്ഞിരിക്കാൻ പോരെ. അതാണ് അവർ തമ്മിലുള്ള റിലേഷൻഷിപ്പ്. ശരി അർജുന, ഞാൻ പറഞ്ഞുതരാം, നീ ഇരിക്കേ എന്ന് പറഞ്ഞിട്ട് ഭഗവാൻ എന്താ പറഞ്ഞേ അതിന് മറുപടിയായിട്ട്? ഹന്തതേ കഥയിഷ്യാമി ദിവ്യാത്മവിഭൂതയാ പ്രാധാന്യത ഗുരുശ്രേഷ്ഠ നാസ്ത്യന്തേ വിസ്തരസ്യമേ. ഭഗവാന്റെ വിഭൂതികൾ വിസ്തരിക്കാൻ സാധ്യമല്ല. ഹന്തതേ കഥയിഷ്യാമി, ഞാൻ നിന്നോട് പറഞ്ഞു തരാം. ദിവ്യാഹ്യം ആത്മഭൂതിയാം, എൻ്റെ വിഭൂതികളെക്കുറിച്ച് ഞാൻ നിനക്ക് പറഞ്ഞു തരാം. പക്ഷേ ഒരു കാര്യം നീ ആലോചിക്കണം, നാസ്ത്യന്തോ വിസ്തരസ്യമേ. ഇത് അന്തമില്ലാത്ത ഒരു വിസ്താരവും, ഇതിന് അന്തം കിട്ടില്ല. എവിടെ അവസാനിക്കേണ്ടത് എവിടെ തുടങ്ങേണ്ടത് എന്ന് എനിക്കറിയില്ല. അവിടുന്ന് ഇവിടുന്നൊക്കെ കുറേ പറഞ്ഞു തരാമെന്നല്ലാണ്ട് ഇതിനൊരു അവസാനം, ഒരു ആദ്യം, ഒരു അന്തം ഒന്നുമില്ല. നോ ബിഗിനിങ്, നോ എൻഡ്. എൻ്റെ വിഭൂതികൾ അങ്ങനെയാണ്.
ഹന്ത നിന്നോട് ദിവ്യാത്മ വിഭൂതികൾ ഉരയ്ക്കുവാൻ, ആത്മാവായിട്ടുള്ള വിഭൂതികളെ നിന്നോട് ഉരയ്ക്കുവാൻ, നിന്നോട് പറയാൻ പ്രധാനമായ കുരുശ്രേഷ്ഠ വിസ്തരിച്ചാൽ ഒടുങ്ങിടാ. അതാദ്യം ഞാൻ പറയട്ടെ. ഇത് വിസ്തരിച്ചാൽ ഒടുങ്ങണ കാര്യമല്ല. ഈ ഡിസ്ക്രിപ്ഷൻ വിൽ നെവർ എൻഡ്. അത് എത്രയായാലും അവസാനിക്കില്ല. നിനക്ക് എത്ര സമയമുണ്ടെന്ന് എനിക്കറിയില്ല. നീ യുവർ എ ബിസി മാൻ. എത്ര സമയം നിനക്ക് ഇതിന് ചിലവഴിക്കാൻ പറ്റും എൻ്റെ വിഭൂതികൾ കേൾക്കാനായിട്ട്? എത്ര കേട്ടാലും എത്ര ഞാൻ പറഞ്ഞാലും അത് അവസാനിക്കില്ല. സമയമുണ്ടോ? സമയത്തിനനുസരിച്ച് ഞാൻ പറഞ്ഞുതരാം, ഇരിക്കെ എന്ന് പറഞ്ഞിട്ടാണ് 10-ാം അധ്യായത്തിൽ വിഭൂതികൾ പറഞ്ഞു തുടങ്ങുന്നത്. അപ്പോൾ ഭഗവാൻ ആദ്യമേ തന്നെ പ്രിഫേസായിട്ട് പറഞ്ഞു, മുഖോരയായിട്ട് പറഞ്ഞു, വിസ്തരിച്ചാൽ ഒടുങ്ങിടാ. വിസ്തരിച്ചാൽ ഇത് ഒടുങ്ങണ സാധനമല്ല. അത് ഒരു കേക്ക് കടിച്ചു തിന്നാലാണ്ട് അവസാനം കഴിയുന്നവരെ കടിച്ചു തിന്നാം. അതുപോലെ കടിച്ചു തിന്നാൻ പറ്റുന്നതല്ല അത്. എവിടെ വേണമെങ്കിൽ നിനക്ക് കടിക്കാം, എവിടെ വേണമെങ്കിൽ നിനക്ക് മുറിച്ചിട്ട് ഇങ്ങോട്ട് പോരും ചെയ്യാം. അവസാനം ഉണ്ടാവില്ല. ആദ്യം കടിച്ചു എന്നും അവസാനം ഇറങ്ങിപ്പോന്നും പറയാം. ആദ്യം അവസാനം ഉണ്ടാവില്ല അർജുന. വിസ്തരിക്കാൻ മെനക്കെടണ്ട, പറ്റില്ല. അതാണ് അനല. മനസ്സിലായില്ലേ? പര്യാപ്തമില്ലാത്തവൻ, ലിമിറ്റ്ലെസ് ആയിട്ടുള്ളവൻ അനല. ഇതിന് ഉപനിഷത്തുകളും ഭഗവത്ഗീതയും എല്ലാം ഇതിന് സാക്ഷ്യം വഹിക്കുന്നുണ്ട്. ഭഗവാൻ ഭീഷ്മരുടെ അഭിപ്രായം മാത്രമല്ല, എല്ലാം കൊണ്ട്. വ്യാസൻ പ്രവൃത്തിയിൽ കാണിച്ചു കൊടുത്തു. ഭഗവാൻ വാണിംഗ് ആയിട്ട് കൊടുത്തു അർജുനന്. പറ്റില്ല അർജുന, നീ ഇതിന് മെനക്കെടണ്ട. ആർക്കും പറഞ്ഞു തരാൻ പറ്റില്ല. എനിക്ക് തന്നെ പറ്റില്ല, എന്നിട്ട് വേണ്ട വേറൊരാൾക്ക്. എൻ്റെ മഹത്വം, എൻ്റെ ബയോഡാറ്റ, എന്നെക്കുറിച്ചുള്ള എന്താ പറയുക, കാര്യങ്ങളെല്ലാം എനിക്കല്ലാണ്ട് വേറെ ആർക്കാ പറഞ്ഞു തരാൻ പറ്റുക? അതുകൊണ്ട് ഞാൻ തന്നെ പറയണം. എന്നെക്കുറിച്ച് പറയാൻ വലിയ ബുദ്ധിമുട്ടാണ്. കുറേ ഉണ്ട് പറയണമെങ്കിൽ. അതൊരു കഥയാണ്. പറയില്ലേ നമ്മൾ പല കാര്യങ്ങളും ചോദിച്ചാൽ, അല്ല ഒന്ന് പറയുമല്ല ചേട്ടാ, ഒന്നും പറയണ്ട എൻ്റെ കുട്ടി, അതൊരു കഥയാണ് എന്ന് പറയാറില്ലേ? അതുപോലെ ഇത് വിസ്തരിച്ചാൽ ഒടുങ്ങിടാ. അപ്പോൾ അതാണ് അനല. അടുത്ത നാമം നമുക്ക് നാളത്തെ ക്ലാസ്സിൽ കാണാം. അതുവരെ എല്ലാവർക്കും ഹരി ഓം, ഹരി ഓം, ഹരി ഓം. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം തത്സത്. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. കൃഷ്ണ ഗുരുവായൂരപ്പ ഭഗവാനെ രക്ഷിക്കണേ.